ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട് ഹൗ ടു സ്റ്റേ സ്ട്രോങ് വെൻ ലൈഫ് ഡസൻറ്റ് ഗോ ആസ് പ്ലാൻഡ്. അതായത് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അല്ല ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ എങ്ങനെ നമുക്ക് സ്ട്രോങ് ആയിട്ടിരിക്കാം. നമുക്ക് എല്ലാവർക്കും പല പല പ്ലാനുകൾ ഉണ്ടാവും അല്ലേ. അതായത് പഠിത്തം, ഇന്നത് കോഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ കോഴ്സ് പഠിച്ച് കഴിഞ്ഞ് ഇന്ന ജോലി, ഇന്ന സ്ഥലത്ത് ഇന്ന പോലെ സെറ്റിൽ ആവണം, അങ്ങനെ ഒരുപാട് പ്ലാനിങ് ഉണ്ടാവും. നമ്മൾ പ്ലാൻ ചെയ്യും, പക്ഷെ നമ്മളെ കൊണ്ടുപോണ ഈ ഒരു എന്താ പറയുക, പ്ലാനിങ് എക്സാക്ട്ലി ഡിഫറെൻ്റ് ആയിട്ടൊരു കാര്യത്തിലോട്ടായിരിക്കും നമ്മൾ പോണത്. അപ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കും, അതെന്താ ഞാൻ പ്രാർത്ഥിച്ചാൽ മാത്രം നടക്കാത്ത, അതെന്താ എനിക്ക് കിട്ടാത്ത, എനിക്ക് മാത്രം എന്താ എപ്പോഴും ഇങ്ങനെയുള്ള ഒരുപാട് തോട്ട്സ് നമ്മുടെ മൈൻഡിൽ കൂടെ പോയി. ഒരു എന്താ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അത് നടക്കാതെ വരുമ്പോഴത്തേനും മോസ്റ്റ് ഓഫ് ദ ടൈം എല്ലാവരും തന്നെ ഇത് നടക്കൂല, ഇനിയിപ്പോൾ എന്തേലും ആട്ടെ എന്നുള്ള രീതിക്ക് മുന്നോട്ട് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ അതിൽ നിൽക്കുന്നതിൽ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകുന്നവരുണ്ട്. ചിലർ പ്ലാൻ ചെയ്ത പോലെ സ്മൂത്ത് ആയിട്ട് പോകുന്നവരും ഉണ്ട്. അപ്പം നമ്മളിപ്പം വൺസ് ഇങ്ങനെ ഓക്കെ ഞാൻ ഇങ്ങനെ നടന്നില്ല, എനിക്കെപ്പോഴും ഇതൊക്കെ തന്നെ ഉണ്ടാവാറുള്ളൂ, അതുകൊണ്ട് കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പം ലൈഫ് ഡസൻ ഗോ ആസ് പ്ലാൻഡ് ബട്ട് ഇറ്റ് ഓൾവേസ് ഗോസ് ഓൺ. അതായത് അതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുക. ഇൻ കേസ് പ്ലാൻ പോലെ നടന്നില്ല എന്ന് വിചാരിച്ചത് അതിൽ സങ്കടപ്പെട്ട്, അല്ലെങ്കിൽ ഓ ഇത് നടക്കൂല, ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അങ്ങനെ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാണ്ട് നമ്മൾ പിന്നെയും നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ സൈഡ് ചെയ്തു കൊടുക്കുക. താൻ പാതി ദൈവം പാതി എന്നൊക്കെ അല്ലേ പറയാം. അപ്പം നമ്മുടെ സൈഡ് നമ്മൾ കണ്ടിന്യൂസ് എഫേർട്ട് ഇട്ട്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകാൻ എന്താണോ വേണ്ടത് ആ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ ഇപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതായത് കരിയർ, ഗ്രോത്ത്, ദെൻ റിലേഷൻഷിപ്പ്, മണി, ഫ്യൂച്ചർ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പ്ലാൻ ചെയ്ത് നോക്കാം. നമ്മുടെ പക്ഷേ പ്ലാനിങ്ങിലും നമ്മുടെ കൺട്രോളിലും അല്ലാത്ത കുറേ വേറെ കാര്യങ്ങളുണ്ട്. ടൈം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഈ ലൈഫ് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരും. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യം നമുക്ക് കിട്ടാൻ കുറേ നാളെടുക്കും. നേരെ മറിച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചത് അത് പെട്ടെന്ന് തന്നെ നടക്കും. അങ്ങനെ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും, ഇപ്പം എന്താ ഒരുപാട് ശ്രമിച്ചിട്ട് ഒരു കുട്ടിയുടെ കഥ പറയാം. ഒരു കുട്ടി നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു, പഠിച്ച് 10th 12th എല്ലാം 95 എബോവ് ആണ് ആ കുട്ടിയുടെ പെർസെൻറ്റേജ് മാർക്ക്. നീറ്റ് എക്സാം എഴുതി ആ കുട്ടിക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും പറഞ്ഞു, ഓ അവൾ പണ്ടൊക്കെ നന്നായിട്ട് പഠിക്കുമായിരുന്നു, ഇപ്പം എന്ത് പറ്റിയാവും, എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവൻ ആ കുട്ടിയുടെ മുന്നിൽ വെച്ചോ അല്ലാണ്ടോ ഇങ്ങനെ പറയുന്നുണ്ടാവും. പക്ഷേ വൺസ് ഇതെല്ലാം കേട്ട് ആ കുട്ടി അത് ഓക്കെ ഞാൻ ഇതോട് കഴിഞ്ഞു നന്നായിട്ട് പഠിച്ചിരുന്നു, ഇപ്പം എല്ലാവരുടെയും അടുത്തും ഇങ്ങനൊരു അഭിപ്രായം എന്നെക്കുറിച്ച്. അപ്പം അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ അതവിടെ തീർന്നു, ആ കുട്ടി അവിടെ തീർന്നു. മുന്നോട്ടൊരു പോക്കല്ലേ, മുന്നോട്ടൊരു ഗ്രോത്ത് എന്നുള്ള രീതിയിൽ ഉണ്ടാവത്തില്ല. പക്ഷേ എന്താ പറയുക, ഇതെൻ്റെ അവസാനമല്ല, ജസ്റ്റ് ഒരു റീഡയറക്ഷൻ ആണെന്ന് മനസ്സിലാക്കി കുട്ടി അടുത്തതിന് വേണ്ടി വർക്ക് ചെയ്തു. ഇപ്പം IT ഫീൽഡിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ പൊസിഷൻ, ഏറ്റവും സാലറീഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണത്. സോ അന്ന് ആ കുട്ടി അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ ഒരു റീഡയറക്ഷൻ എടുത്തത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റുന്നത്. നമ്മുടെ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഹിഡൻ സ്ട്രഗിളാണ്, അല്ലെ സൈലൻറ്റ് സ്ട്രഗിളാണ്. പുറമേ നിന്ന് ഒരാൾ നോക്കി കാണുമ്പം ഓക്കെ അവർക്ക് എന്താ കുഴപ്പം, ഇങ്ങനെ നോക്കുന്നു അങ്ങനെ നോക്കുന്നു അത്രേ ഉള്ളൂ. പക്ഷേ കുറേ കാര്യങ്ങൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്തെങ്കിലും ചെയ്ത് നമ്മളൊരു നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാലേ ഉള്ളൂ ഈ പറയുന്ന ചുറ്റുമുള്ളവർ ആ റിസൾട്ടിനെ പ്രൈസ് ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് ആ റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത എഫേർട്ട് കാര്യങ്ങളൊന്നും ആരും കാണത്തില്ല. സോ ഈ പറയുന്ന സൈലൻറ്റ് സ്ട്രഗിൾസ് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. ഈ പല രീതിയിലാണെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, പല രീതിയിൽ പല സിറ്റുവേഷനിലാണെന്ന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, നമ്മൾ എവിടെയെങ്കിലും അല്ലെ ഒരു പോയിന്റ്, മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ നിർത്തും. ഓക്കെ ഇത്രേ ഉള്ളൂ, എനിക്കിനി അധികം മുന്നോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല, ഇതുകൊണ്ടൊക്കെ ഇത്രയൊക്കെ കിട്ടാനുള്ളൂ, ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിരുന്നാൽ ഒരിക്കലും നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവത്തില്ല. നമ്മുടെ മൈൻഡ് എപ്പോഴും ഭയങ്കര ഓപ്പൺ ആയിരിക്കണം.
ഓപ്പൺ ഇൻ ദ സെൻസ്, അതായത് നമുക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. നമുക്ക് എത്ര ഏജ് ആണെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഇനിയും സമയമുണ്ട്. ആ ഒരു സ്റ്റാർട്ടാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പം ഇതുകൊണ്ട് കഴിഞ്ഞു എനിക്കിതിനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല, എനിക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ സൈലന്റ് സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ എടുക്കുക. ഓക്കെ, ഇപ്പോൾ ബാംബൂ പ്ലാന്റ് ഇല്ലേ, ബാംബൂ പ്ലാന്റിൻ്റെ കഥ അറിയാമല്ലോ. അതായത് അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് പതിയെ 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 ആയിരിക്കും. ഒരു 5 വർഷം കഴിയുമ്പോഴായിരിക്കും അതൊരു 80 ഫീറ്റ് ആ ഒരു ലെവലിലൊക്കെ എത്തുന്നത്. പക്ഷെ അതിൻ്റെ ആ ഗ്രോത്ത് എങ്ങനെയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്ലോ ആയിരിക്കും. മേ ബി നമ്മുടെയും ഈ ഒരു പ്രോസസ്സ് ചിലവർക്ക് നേരത്തെ എല്ലാം ക്ലിയർ ചെയ്തെല്ലാം സെറ്റ് ചെയ്യും, ചിലർക്ക് അതിൻ്റെതായുള്ള ഗ്രോത്ത് കാര്യങ്ങൾക്ക് സമയമെടുക്കും. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ കൂടെ പഠിച്ച അവർക്ക് പെട്ടെന്ന് ജോലിയായി, ഞാനിപ്പോഴും ഇവിടെ ഇരിക്കുക, നമ്മൾ കുറച്ച് പേരുണ്ട് ഒരു പണിയില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നവർ. ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അതും മാറ്റിയെടുക്കുക. അവർക്ക് ജോലി കിട്ടി എന്ന് വെച്ചാൽ അത് അവരുടെ ലക്കാന്ന് മാത്രം പറയാൻ പറ്റത്തില്ല. അവരതിനുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ട്, അവർക്ക് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടി. നമ്മളിനി എഫേർട്ട് എടുക്കാണ്ടാണ് ഇരുന്ന് പറയുന്നതെങ്കിൽ കാര്യമില്ല. പക്ഷെ നമ്മളും ചെറിയ രീതിയിൽ എഫേർട്ട് എടുത്ത് നമുക്ക് പറ്റുന്ന പോലെ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ ഡേ ബൈ ഡേ ശ്രമിച്ചാൽ നമുക്കും ആ ഒരു ലക്ഷ്യം എത്തും. ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു ടൈമിങ്ങിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഈ ഒരു രീതിയിലൊക്കെ വരുമ്പോഴത്തേനും, അല്ലെ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്തിട്ട് ഒട്ടും നടക്കാൻ വരുമ്പോഴത്തേനും മെൻ്റലി ബ്രേക്ക് ഡൗൺ ആയി പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കി, എന്തായാലും വർക്കാവും. ഒന്നാമത്, അക്സെപ്റ്റ് ദ റിയാലിറ്റി. അതായത് എനിക്കൊരു കാര്യം കിട്ടിയില്ല, അല്ലെങ്കിൽ ഓക്കെ ഫൈൻ, ഇന്ന് കിട്ടിയില്ല, എനിക്ക് നാളെ കിട്ടും, അല്ല മറ്റന്നാൾ കിട്ടും. ആ ഒരു കാര്യത്തെ വിശ്വസിക്കുക. അല്ല, ഒരു കാര്യം നടന്നു, ഇറ്റ്സ് ഹാപ്പൻഡ്, അത് കഴിഞ്ഞു, അതിനെ അവിടെ വയ്ക്കുക. അതിൽ നിന്നുള്ള ലെസൺസ് മാത്രം ഉൾക്കൊള്ളുക. അതിൽ നിന്നുണ്ടാക്കിയ പെയിനെ കൊണ്ടുപോകാണ്ടിരിക്കുക, അല്ല വിഷമിച്ച കാര്യങ്ങളെ കൊണ്ടുപോകാണ്ടിരിക്കുക, അതിനെ അവിടെ വിടുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ റിയാലിറ്റി എന്താണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക. ദെൻ കൺട്രോൾ വാട്ട് യു ക്യാൻ. എന്തൊക്കെയാ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ തോട്ട്സിനെ, ആക്ഷൻസ്, എഫേർട്സ്, ദെൻ ഹാബിറ്റ്സ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം. തോട്ട്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് തോട്ട്സ് മാക്സിമം ഒഴിവാക്കുക. ഈ ഒരു ടൈമിൽ എനിക്ക് പഠിക്കാൻ കഴിവില്ല, ഞാൻ ഇനി അത് എടുത്തിട്ട് കാര്യമില്ല, എനിക്ക് കിട്ടാൻ പോകണില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതോടുകൂടി നിർത്തുക. ഫോക്കസ് ഓൺ എഫേർട്സ്. നമ്മൾ എടുക്കുന്ന എഫേർട്ട് എത്ര മാത്രം, അല്ലെ ഈ റിസൾട്ടിനെ മാത്രം ഓറിയൻറ്റ് ചെയ്ത് കാണാതെ അതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എന്താ പറയുക, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഒരു എക്സാമിന് വേണ്ടിയിട്ട്, ഏത് എക്സാമോ കാര്യങ്ങൾ ഞാൻ സ്റ്റിൽ പ്രിപ്പറേഷനിലാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എക്സാമിന് വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹിച്ചെഴുതിയതായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യ അറ്റംപ്റ്റിൽ എനിക്ക് 2 മാർക്കിന് പോയി, അടുത്ത അറ്റംപ്റ്റിൽ 10 മാർക്കിന് പോയി. ഇപ്പോൾ 3ാമത്തെ തവണ ഞാൻ അറ്റംപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ വൺസ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, കാര്യം ഞാൻ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ആ എക്സാക്ട് റിസൾട്ട് എന്നുള്ളതിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ എൻ്റെ സൈഡിൽ നിന്നുള്ള എഫേർട്ടാണ്, ഡേ ബൈ ഡേ ഞാനിടുന്ന എൻ്റെ പ്രിപ്പറേഷൻസ് ആണ്. അപ്പം അതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണം. ഈ എഫേർട്ട് നമുക്ക് എത്രത്തോളം കൊടുക്കാം, നമ്മുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ 100% എഫേർട്ട് ഇട്ടിരിക്കണം ആ ഒരു കാര്യത്തിന് വേണ്ടി. നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ, അതാണ് പോയിന്റ്, വേണം എന്നുണ്ട്, നമുക്ക് അത്രയും തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് നമ്മൾ മാക്സിമം കൊടുക്കുക. അല്ലാണ്ട് ഒരു വർക്കും ചെയ്യാണ്ട് ഒരു എഫേർട്ടും എടുക്കാൻ തയ്യാറാവാണ്ടിരുന്നിട്ട് നമുക്കിതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അല്ല നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി 3ാമത്തെ കാര്യം, ഡോണ്ട് പോസ് യുവർ ലൈഫ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഒരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ ഇപ്പം നല്ലപോലെ ഡാൻസ് ചെയ്യുന്നൊരു കുട്ടിയായിരുന്നു, കല്യാണം കഴിഞ്ഞപ്പോഴത്തേനും ഡാൻസ് എന്നുള്ള സാധനം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അതവിടെ നിർത്തി. നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയായിരുന്നു, വേറൊരു കാര്യം നടന്നു, അതുകൊണ്ട് പഠിത്തം മുടങ്ങി, പഠിത്തം നിന്നു. അങ്ങനെ പല കാര്യങ്ങളും പെട്ടെന്ന് പോസ് ചെയ്യുന്ന ലൈഫിൽ നടന്നുകൊണ്ടിരുന്നാലേ, നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നാലേ, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഹാപ്പി ആയിരുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പം നിർത്തിവെച്ചു. സോ അങ്ങനെ നിർത്തിവെച്ച എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്യുക. ഡാൻസ് ആയിക്കോട്ടെ, പഠനമായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് ഇങ്ങനെ പോസ് ചെയ്യാണ്ട് അതിനെ ലെറ്റ് ഇറ്റ് ബി എന്നുള്ള രീതിയിൽ വിടുക.
ചെയ്തുകൊണ്ടിരിക്കുക. ഡാൻസ് ചെയ്യാനാണെങ്കിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുക. പഠിത്തം മുടങ്ങിയെങ്കിൽ എവിടെയാണോ അതിനുള്ള നെക്സ്റ്റ് അതിൽ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് പോസ് ചെയ്ത് അവിടെ തന്നെ ഇരിക്കേണ്ട. മൂവ് സ്ലോലി, കുറച്ച് പതിയെ പോയാലും വേണ്ടില്ല. നമ്മൾ കാമായിട്ട് നല്ല രീതിക്ക് നമുക്ക് മുന്നോട്ട് പോവുക. ആ ഒരു കാര്യം മൈൻഡിൽ വയ്ക്കുക. ദെൻ ഇമോഷൻസ് ആർ ടെമ്പററി. ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം. നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ നമ്മളെടുക്കുന്നൊരു പെയിൻ ഉണ്ട്, അത് ഭയങ്കരമാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷേ ഈ പെയിൻ നമ്മളിപ്പോൾ എടുത്താലും നമുക്ക് അതിനൊരു റിസൾട്ട് കിട്ടും. ഈ പെയിൻ എന്ന് പറയുന്നത് ടെമ്പററി ആണ്. ഇപ്പം മഴ പെയ്യുന്ന പോലെയാണ്. എത്ര കടുത്ത് ഇടി വെട്ടി മഴ പെയ്താലും നാളെ നല്ലൊരു വെളിച്ചം ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ലൈഫിൻ്റെ കാര്യവും. അപ്പം ഈ ഫീലിങ്സ് ഒക്കെ വെറും ടെമ്പററി ആണെന്ന് മാത്രം മനസ്സിലാക്കുക. ഇനി പെയിൻ ഉണ്ടെങ്കിലും അത് കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് മാറി നല്ലൊരു ടൈം ഉണ്ടാവും. ദെൻ ടോക്ക് ടു യുവർ സെൽഫ് ലൈക്ക് എ ഫ്രണ്ട്. നമ്മളോട് തന്നെ സ്വയം ഒരു ഫ്രണ്ട് എന്ന കണക്കിനെ സംസാരിക്കുക. നിന്നെ കൊണ്ട് പറ്റുന്നേ, നീ നല്ല പോലെ ചെയ്യുന്നില്ലേ, നീ ഇത്രയൊക്കെ ചെയ്തില്ലേ, വേറെ ആർക്കും പറ്റും ഇങ്ങനെ. സ്വയമേ നമ്മളെ തന്നെ പ്രശംസിച്ച് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. നമ്മളോട് തന്നെ കാര്യങ്ങളും വർത്തമാനങ്ങളും എല്ലാം സ്വയമേ പറയുക. നിനക്ക് ഇത്രയൊക്കെ ചെയ്ത് നിനക്ക് ഇന്ന പോലെ ആവണ്ടേ, അപ്പം നീ ഇങ്ങനെ തളർന്നിരുന്നാൽ മതിയോ, നിനക്ക് മുന്നോട്ട് പോകണ്ടേ, വാ ഇരുന്ന് പഠിക്കാം, അല്ലേ വാ അടുത്ത കാര്യം നോക്കാം. ഈ ഒരു രീതിയിൽ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ നമ്മളോട് തന്നെ മാക്സിമം സംസാരിക്കുക. അപ്പം ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഈ പറഞ്ഞൊരു 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കി. അപ്പം നമ്മുടെ ഈ ഒരു നടന്നില്ല, അല്ലെ എനിക്കൊണ്ട് പറ്റത്തില്ല, ഇങ്ങനത്തെ ആ ഒരു സ്റ്റേജ് അങ്ങ് മാറിക്കിട്ടും. നമുക്കും പറ്റുന്നേ, നമുക്ക് പറ്റില്ല പിന്നെ ആർക്ക് പറ്റാനാ? അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മുടെ സൈഡിൽ നിന്ന് എടുക്കാനുള്ള എഫേർട്ടുകൾ നമ്മളെടുക്കുക, ബാക്കിയെല്ലാം വരുന്നത് പോലെ. അപ്പോൾ കിട്ടിയില്ല എന്ന് വിചാരിച്ച് തളർന്നിരിക്കേണ്ട, കോൺഫിഡൻസ് കളയണ്ട, കീപ് വർക്കിംഗ്. നമുക്ക് ഈ ഫെയിലിയർ എന്ന് പറയുന്ന 2 രീതിയിൽ കാണാം. ഒന്ന് നമ്മളെ ഡിസ്ട്രോയ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മളെ റീബിൽഡ് ചെയ്യാം. മനസ്സിലായില്ലേ? ഡിസ്ട്രോയ് ചെയ്യുക ഇൻ ദ സെൻസ്, ഓക്കെ 1 ഫെയിലിയർ വന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ ഇത് അക്സെപ്റ്റ് ചെയ്ത് ഫുള്ളി ഗിവ് അപ്പ് ചെയ്ത് ഇനി അത് വേണ്ടാന്ന് വെച്ചിട്ട് നമുക്കിരിക്കാം. നേരെ മറിച്ച് ഓക്കെ എനിക്കിങ്ങനെ ഒരു ഫെയിലിയർ വന്നു, ഇനി ഞാൻ എവിടെ നിന്ന് തുടങ്ങണം, എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത്, ഈ കാര്യങ്ങൾ മൈൻഡിൽ കൊണ്ടുവന്നിട്ട് അടുത്തതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ അത്ര ഉള്ളതേ, കോൺഫിഡൻസ് ഒക്കെ താനേ വന്നോളൂ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ.